ഒരു വ്യക്തിയുടെ സ്വഭാവത്തെപ്പറ്റി പറയുന്നതിൽ അവർ നോക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും ഇരിക്കുന്ന രീതിയും നടക്കുന്ന രീതിയും നിൽക്കുന്ന രീതിയുമൊക്കെ പങ്കുവഹിക്കുന്നുവെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നു. അതുമാത്രമല്ല, ഇതിലൂടെ ഒരാളുടെ മാനസികാവസ്ഥയും പ്രകടമായി കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇരിക്കുന്ന രീതിയിലൂടെ നിങ്ങളുടെ നേച്ചർ എന്താണെന്നും ബിഹേവിയർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾ ഇരിക്കുന്ന രീതിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. അതിന് കാരണം എന്തെന്നാൽ, നാം ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ സബ് കോൺഷ്യസ്ലി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഒരാൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ സ്വഭാവവും ഇപ്പോഴത്തെ അവസ്ഥയും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ഇരിക്കുന്നുവെന്നും ഒരു പാവപ്പെട്ടയാൾ എങ്ങനെ ഇരിക്കുന്നുവെന്നും നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അല്ലെങ്കിൽ ഒരു അലസനായ വ്യക്തി എങ്ങനെ ഇരിക്കുന്നുവെന്നും കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് കഠിനാധ്വാനം ചെയ്യുന്നവർ ഏത് രീതിയിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. ആരെക്കുറിച്ചും ചിന്തയില്ലാത്തവർ ഇരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഇങ്ങനെ പലതരത്തിൽ ആൾക്കാർ ഇരിക്കാറുണ്ട്. ഒരു പഠനം പറയുന്നത് ഇരിക്കുന്നതിനും പ്രധാനമായി 5 തരങ്ങളാണുള്ളത് എന്നാണ്. ഇതിലൂടെ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് കാണാം. ഏറ്റവും ആദ്യത്തെ രീതിയാണ് നീസ് ടുഗദർ ഫീറ്റ് അപ്പാർട്ട്. ഏതെങ്കിലും ഒരു വ്യക്തി മുട്ടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് പാദങ്ങൾ അകത്തിവെച്ച് കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ബ്രോഡായി ചിന്തിക്കുന്നവരായിരിക്കും. ഇവരോടൊത്ത് സംസാരിക്കുക എന്നുള്ളത് വളരെയധികം എളുപ്പമായിരിക്കും. അതായത് അവർ എല്ലാത്തരം വ്യക്തികളോടൊപ്പവും നല്ല രീതിയിൽ ഇടപഴകാറാണ് പതിവ്. പരിചയമില്ലാത്ത ആളുകളോട് പോലും പെട്ടെന്ന് കൂട്ടുകൂടാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇത് അവർക്കിഷ്ടമുള്ള ഒരു കാര്യവുമാണ്. ഒട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടും സ്വന്തം കാഴ്ചപ്പാട് തുറന്നു പറയുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഈ രീതിയിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് നേരം ഒരേ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കില്ല. സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരേ വിഷയത്തിൽ ഒരുപാട് നേരം സംസാരിക്കുന്നത് ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രകൃതവുമുണ്ട്. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അവയുടെ പുറകെ പോകാത്ത സ്വഭാവമാണ് ഇവരുടേത്. ഇവർ നല്ല ലിസണേഴ്സും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ആയിരിക്കും. ആരെയും ചതിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇവർ സത്യസന്ധരും നല്ലവരുമായ സുഹൃത്തുക്കൾ എന്ന നിലയിലാണ് അറിയപ്പെടുക. രണ്ടാമത്തെ പൊസിഷനാണ് ലെഗ്സ് ക്രോസ്ഡ്. പല ബിസിനസ്സുകാരും ഈ രീതിയിൽ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഈ കൂട്ടർ. എന്നാൽ പുതുതായി പരിചയപ്പെടുന്നവരെ ഉടനെ തന്നെ വിശ്വസിക്കുന്ന രീതിയല്ല ഇവരുടേത്. അതുമാത്രമല്ല, സ്വന്തം ജീവിതത്തിലെ രഹസ്യങ്ങൾ ഒന്നും ഇവർ ആരുമായി പങ്കുവെക്കാറില്ല. ഇവരെ കാണുമ്പോൾ ആളുകൾ സ്വാർത്ഥരാണെന്നും അഹങ്കാരം നിറഞ്ഞവരാണെന്നൊക്കെ കരുതാറുണ്ട്. എന്നാൽ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതെന്നാൽ ഇവരുടെ വ്യക്തിത്വം വളരെയധികം മികച്ചതാണെന്നാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുപാട് നേരം ഇരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ആരെങ്കിലും ഒരുപാട് നേരത്തേക്ക് കാത്തു നിൽക്കുന്നതും ഇവർക്ക് ഇഷ്ടമില്ല. അതിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിലും ശരി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിലും ശരി. അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തുന്നത് ഇവർക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഈ തരത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന സ്വപ്നം കാണാൻ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവായ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നല്ല ഐഡിയാസും ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള ഐഡിയാസ് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാറുമുണ്ട്. പറഞ്ഞു വന്നാൽ, ഇങ്ങനെ ഇരിക്കുന്നവർ ബുദ്ധിശാലികളായിരിക്കും. നിങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ രീതിയാണ് നീസ് അപ്പാർട്ട് ഫീറ്റ് ടുഗദർ. നിങ്ങൾ മുട്ടുകളെ തമ്മിൽ അകത്തി പാദങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ വളരെയധികം സത്യസന്ധതയുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾ. കള്ളം എന്നത് നിങ്ങളെ കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ടും ആയിരിക്കും. ഒരുപാട് സംസാരിക്കുന്ന തരം വ്യക്തിയല്ല നിങ്ങൾ. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നതിലും അത് ശ്രദ്ധിക്കുന്നതിലും കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നവ ചെയ്യുക ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുമായി വാഗ്വാദത്തിന് പോകുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെയും അപമാനിക്കുവാനും സാധിക്കില്ല. ഏതൊരു കാര്യവും ചിന്തിച്ച് മാത്രം ചെയ്യുന്ന തരം ആളുകളാണ് ഇവർ. സ്വന്തം വാക്കുകളിലൂടെ ആർക്കും വേദന ഉണ്ടാകുന്നതിനെ പറ്റി ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരം പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. നിങ്ങൾ ഈ തരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കണ്ട. നാലാമത്തെ രീതിയാണ് ലെഗ്സ് ടുഗദർ. ഈ രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ മിസ്റ്റർ പെർഫെക്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം. സമയം നഷ്ടപ്പെടുത്തുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഇത്തരക്കാർ. അതുമാത്രമല്ല, സ്വന്തം പരിശ്രമങ്ങളെ പാഴാക്കി കളയാൻ അനുവദിക്കാത്തവരുമാണ് ഇവർ. ഒരു കാര്യം നേടുവാനായി മുഴുവൻ ശക്തിയുമെടുത്ത് ഇവർ പ്രയത്നിക്കാറുണ്ട്. പറയുന്ന വാക്കിന് വിലയുള്ളവരാണ് ഇത്തരക്കാർ. അതായത് ഒരാൾക്കൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ പാലിക്കുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ ഇവർ ഇഷ്ടപ്പെടുന്നതും വാക്കിന് വിലയുള്ള ആളുകളെയാണ്. സുഹൃത്ത് ബന്ധത്തിൽ ആയാലും പ്രണയത്തിലായാലും വാക്ക് പാലിക്കാത്തവരെ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ബുദ്ധിശാലിയായ ഒരു വ്യക്തിയായിരിക്കും. കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ രീതി.
നിങ്ങളോട് ആരെങ്കിലും മോശമായി പെരുമാറുകയാണെങ്കിൽ കഠിനമായ ഭാഷയിൽ നിങ്ങൾ മറുപടി നൽകാറുമുണ്ട്. നിങ്ങൾ കുടുംബത്തോടൊപ്പം സ്നേഹിക്കുന്നവരോടൊപ്പം ഏതവസ്ഥയിലും ഏത് കഠിനാവസ്ഥയിലും നിൽക്കാറുണ്ട്. അഞ്ചാമത്തെ രീതിയാണ് ലെഗ്സ് ടുഗദർ ടൈറ്റിൽഡ് ഓൺ വൺ സൈഡ്. കാലുകളെ ചേർത്ത് വെച്ച് ഒരു വശത്തേക്ക് ചരിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ശുഭാപ്തി വിശ്വാസമുള്ളതായിട്ടുള്ള ആളുകളായിരിക്കും. ഏതൊരു കാര്യത്തിലും ഫലം ലഭിക്കുവാനായി ഒരു പ്രത്യേക സമയവും സാഹചര്യവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും നിങ്ങൾ. വിധിയിൽ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ആരെങ്കിലും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ രീതിയിൽ ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക. ആരെങ്കിലും നിങ്ങളെ തടയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. കുറച്ച് വൃത്തിയും വെടിപ്പുമുള്ള ആളുകളായിരിക്കും ഈ കൂട്ടർ. അതോടൊപ്പം തന്നെ ഇവരുടെ ഡ്രസ്സിംഗ് സെൻസും മികച്ചതായിരിക്കും. ലക്ഷ്യങ്ങൾ നേടുവാനായി കൃത്യമായ രീതിയിൽ പ്രയത്നിക്കുന്നവരാണിവർ. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ പോലും കുടുംബത്തിനെയും സ്നേഹിക്കുന്നവരെയും എപ്പോഴും കൂടെ തന്നെ നിർത്തുകയും അവരുടെ കാര്യങ്ങളെയും കൃത്യമായി നോക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ. നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പം കഠിനമായ പരിസ്ഥിതികളിൽ പോലും നിൽക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം വിശ്വസിക്കുകയും ചെയ്യും. ഇതായിരുന്നു 5 വ്യത്യസ്ത തരത്തിൽ ഇരിക്കുന്ന രീതികൾ. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക.